ശ്രീജ ആരാണ്? ശ്രീജ. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചല്ലേ എല്ലാവരും ഈ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നീ ഒരുപാട് വേദന കയ്പുവെള്ളം കുടിച്ചവളാണ്. നീ ഇനി സഹിക്കാൻ വയ്യ, എന്നെ കൊണ്ട് വയ്യ നിലവിളിച്ച മാതാവേ, ഇന്ന് പകല അസാധാരണമായ ഒരു അഭിഷേകം. സച്ചു ആരാണ്? സച്ചു. സച്ചു, കിച്ചു, അപ്പൂസ്. ഇങ്ങനെയാണോ അവരെ വിളിക്കുന്നത്? കരങ്ങളെ അടിച്ച് ദൈവത്തിന് സ്തോത്രം പറഞ്ഞേ. നല്ലവണ്ണം കൈയടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇന്ന് പകൽ അസാധാരണമായ ഡെലിവറൻസ് ഈ 13ാമത്തെ ആനിവേഴ്സറിയില് ദൈവം ചെയ്യുകയാണ്. എല്ലാം പ്രാർത്ഥിച്ച്, അസൂയയില്ലാത്തവരെല്ലാം പ്രാർത്ഥിച്ച സഹോദരിക്ക് വേണ്ടി. ഇന്ന് ശ്രീജയുടെ വീട്ടിനകത്ത് ഒരു വലിയൊരു ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. നിനക്ക് കൈത്താങ്ങാൻ ആരുമില്ല കേട്ടോ. നീ വളരെ പാടുപെട്ട് ഒറ്റയ്ക്ക് വേദനിച്ച നീ നിന്റെ തലമുറകളെ വളർത്തുന്നു. നിനക്ക് കൈത്താങ്ങായി ആരുമില്ലെന്ന് പലപ്പോഴും നീ പിറുപിറുക്കുന്നുണ്ട്. നീ ജീവിക്കുന്നതേ നിന്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. സച്ചു, നിങ്ങൾക്ക് 3 പേർക്ക് അമ്മ എന്ന് പറഞ്ഞ ഭയങ്കര ജീവനാ. യേശുവിന് വേണ്ടി ജീവിക്കണം കേട്ടോ. കടമുണ്ടോ? കടം എത്ര കടമുണ്ട്? എല്ലാവർക്കും കടമുണ്ട്. കടമില്ലാത്ത ആരുമില്ല. ഇതൊന്നും വലിയ പ്രോഫസി ഒന്നും അല്ല. ഹല്ലേലൂയ. എങ്കിലും കർത്താവ് എന്നോട് പറയുന്നു, നിന്റെ കടഭാരത്തെ ഞാൻ മാറ്റി. 5 ലക്ഷം രൂപ നിനക്ക് വലുതായിരിക്കാം, പക്ഷെ എന്റെ യേശുവിന് അത് വലുതല്ല. നിന്റെ 5 ലക്ഷം രൂപയുടെ കടം ദൈവം മാറ്റി നിന്നെ വിടുവിക്കുമെന്ന് സൈന്യങ്ങളുടെ യഹോവ ഈ പകൽ പ്രവചിക്കുന്നു. കേസ് കാര്യങ്ങൾ, ചില കേസുകൾ. എന്താ കേസ്? എന്തോ? ഹല്ലേലൂയ. ഇപ്പൊ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണോ? ഹല്ലേലൂയ. ചില കേസ് വിഷയം, നിനക്കനുകൂലമായൊരു വിധി നിന്റെ പ്രോപ്പർട്ടി നിന്റെ കയ്യിൽ എഴുതി തരും. നിന്റെ ഗോൾഡ് നിന്റെ കയ്യിൽ വരും. നിന്റെ വായിന്നൊരു കള്ളത്തരം പോകണ്ട കേട്ടോ. അഡ്വക്കേറ്റ് പലതും പറഞ്ഞു, നിനക്ക് കിട്ടേണ്ടത് കിട്ടിയാൽ മതി. അഡ്വക്കേറ്റ് പറയും 10 പവൻ കിട്ടേണ്ടതിന് 110 ചോദിക്കാനൊക്കെ പറയും. നിനക്ക് നീതി ന്യായത്തോടെ ദൈവം ചെയ്യും. വീട് തരും. നിനക്ക് ആ പ്രോപ്പർട്ടിയും ഗോൾഡും കിട്ടിയിട്ട് ഒരു വീട് വയ്ക്കാനാണ് നീ ആഗ്രഹിക്കുന്നത്. അത് കിട്ടുന്നതിന് മുമ്പ് ദൈവം നിനക്ക് വഴി തുറക്കുമെന്ന് പരിശുദ്ധാത്മാവ് ആലോചന അറിയിക്കുന്നു. നിന്റെ തലമുറകളെ ഞാൻ ഉന്നത നിലയിലെത്തിക്കും. മോനെ ചക്കരെ, നീ ഡോക്ടറാവും കേട്ടോടാ. നീ ഒരു ഡോക്ടറായി മാറും. നീ ഒരു ഡോക്ടർ കസേരയിൽ ഇരിക്കുന്നത് ഞാൻ കാണുന്നു. യേശുവിന്റെ നാമത്തിൽ 2 തലമുറകളെ ദൈവം ഉന്നത നിലയിൽ, വലിയ ബാങ്കിന്റെ മാനേജർമാരായി, IT കമ്പനിയിലെ മാനേജർമാരായി നിന്റെ തലമുറയെ ഞാൻ മാറ്റുമെന്ന് സൈന്യങ്ങളുടെ യഹോവ ഈ പകല് എന്നോട് പ്രവചിക്കാൻ പറയുന്നു. കരങ്ങളെ തട്ടി. ശ്രീജ, നിന്റെ വീട്ടിൽ ഇന്ന് പകല് ഒരു ദൂതൻ ഇറങ്ങി വയ്ക്കുന്ന ഒരു കാഴ്ച. ഇവിടെ മാനസികമായി ഇവിടെ മേൽ വ്യാപരിക്കുന്ന എല്ലാ റിജക്ഷൻ മാറിപ്പോ.